നമസ്കാരം. ചെറിയ നമ്മളെ ഇത് ഒരു വർഷം മുന്നേ ഞാൻ നമ്മളെ മാങ്ങയുടെ അണ്ടി നട്ട് ഉണ്ടാക്കിയൊരു തൈയാണ്. മല്ലിക പറഞ്ഞൊരു മാങ്ങയുടെ തൈയാണിത്. ഇതിന്മേൽ നമ്മൾ വേറൊരു നല്ല ഇനം മാവ് രണ്ടെണ്ണം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ സയോൺ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ മുളകൾ വന്ന സയോൺ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടും അതുപോലെ അത് നല്ല ഇനം എന്ന് വെച്ചാൽ മാങ്ങ കായ്ക്കുന്ന നല്ല ഇനം സയോൺ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത രണ്ട് സയോൺസ് ഇതിന്മേലും നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത്താണ് എങ്കിലും കാണാൻ താല്പര്യമുള്ള കാണുന്നത്. ആദ്യം ഇതുപോലെ നമ്മളിങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക. സെൻറ്റർ കൂടി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മോളാണ് വീഡിയോ എടുക്കുന്നത്. നടുക്കോട്ട് കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ ഇതിൽ തന്നെ ഒരു കട്ടിങ് തിരിച്ചിങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക. അതുപോലെ ഈ ഭാഗത്തും ഒരു കട്ടിങ് കൊടുക്കുക. രണ്ട് കട്ടിങ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഇറക്കി വെക്കുന്ന രീതിയാണ് നമുക്ക് ചെയ്യുന്നത്. കൂടുതലായിട്ടും സക്സസ് ആവുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് സക്സസ് ആവുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ സയോണിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ തൊലിയുള്ള ഭാഗം കണ്ടോ, ഈ തൊലിയുള്ള ഭാഗവും ഈ രണ്ട് ഈ മെയിൻ മദർ പ്ലാന്റിൻ്റെ ഈ രണ്ട് തൊലിയുള്ള ഭാഗം നമ്മൾ ചേർന്ന് ഇരുന്നാൽ മാത്രമേ ഈ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുള്ളൂ. നമ്മൾ ഏകദേശം റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. മാക്സിമം നല്ല രീതിയിൽ ഇറക്കി വെക്കുക. അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് എടുത്ത് കെട്ടിക്കൊടുക്കുന്ന രീതിയാണ്. ഇതിലിപ്പം എല്ലാം സക്സസ് തന്നെയാണ്. ഒരു 90% സക്സസ് ആണ്. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സക്സസ് ആവണമെന്നില്ല. ഞാനും ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് സക്സസ് ആയില്ല. ചേർത്ത് വെച്ചു. തൊലി ഭാഗങ്ങൾ നമ്മൾ ചേർന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫിൻ്റെ അച്ഛനല്ല നമ്മൾ ഇതെടുക്കുക. ഗ്രാഫിംഗ് ടേപ്പ് എടുക്കുക. ലെവലായിട്ട് വെച്ചതിന് ശേഷം തൊലികൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ വെച്ചതിന് ശേഷം കേട്ട് കൊടുക്കുക. ഇതുള്ളൂ സംഭവം. സിമ്പിളാണ്. നമ്മളിപ്പോൾ രണ്ടെണ്ണം ചെയ്യുന്ന ഒരെണ്ണം ഓക്കെ ഉണ്ട്. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സയോൺ എടുത്തത് അത്യാവശ്യം മുളയുള്ള ടൈപ്പ് സയോൺ എടുത്തത്. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും ഗ്രാഫ്റ്റിംഗ് സക്സസ് ആണോ അല്ല എന്നുള്ളത്. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. മോളാണ് വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. കാണുന്നുണ്ടോ മോളെ? അപ്പോൾ ആ ഒന്നിൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്തത് അതുപോലെ നമ്മൾ രണ്ടാമത്തത് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് അടിയിൽ നിന്ന് ടൈറ്റ് തന്നെ ചുറ്റുക. രണ്ട് തൊലി ഭാഗം നമ്മൾ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ചുറ്റാൻ വേണ്ടിയിട്ട്. ഇതെടുത്ത മോളെ ഇതെടുക്കുക. അങ്ങനല്ല, വീഡിയോ എടുക്കും. ഈ ഭാഗം ഇത് അച്ഛൻ്റെ കൈ കാണുന്ന ഭാഗം എടുത്താൽ വിട്. ഇതാണ് ഇതുപോലെ ചേർന്ന് നിൽക്കണം. രണ്ട് തൊലികൾ നമ്മൾ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എടുക്കണം. എങ്കിലേ ഇത് ക്ലിയർ ആവുള്ളൂ. കണ്ടോ, എത്രത്തോളം കാണുന്നുണ്ടല്ല, ക്യാമറ പരിമിതി നോക്കുക. രണ്ട് തൊലികളും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എടുക്കുക. അപ്പടി കട്ട് ചെയ്യണ്ട. സിമ്പിൾ പരിപാടി, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആദ്യം ചെയ്യുന്ന 1-2 നമുക്ക് സക്സസ് ആവണമെന്നില്ല. മാവിൽ മാത്രമല്ല, എല്ലാത്തിലും ചെയ്യാം നമുക്ക്. ഞാനിപ്പം ബോഗൺവില്ലയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ബോഗൺവില്ല ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരു 10 ദിവസത്തിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ.